അതിന് ഐസക് എന്ത് ചെയ്യാനാ? ഐസക് അറിഞ്ഞോണ്ട് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. സത്യം അസത്യമൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഹീസ് ആൻ ഓർഫൻ. എനിക്കറിയാം ഡാഡി, അനാഥരെല്ലാ കാലത്തും ആരുമില്ലാത്തവരായിരിക്കണമെന്നില്ലല്ലോ. വാദിക്കാനൊന്നും ഞാനില്ല. ഞാനിപ്പോ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. മോളൊന്ന് സാവകാശം ആലോചിക്കുക. എനിക്കൊന്നും ആലോചിക്കാനില്ല. എല്ലാം ആലോചിച്ചിട്ടാണ് ഞാൻ ഡാഡിയോട് പറഞ്ഞത്. അപ്പച്ചൻ ചായ പോലും കുടിച്ചില്ല. മോൻ ഇന്നും വന്നില്ലെങ്കിൽ. ചേട്ടൻ വരും അമ്മച്ചി. പാവം ചേട്ടൻ എന്ത് വിഷമിക്കുന്നുണ്ടാവും. മോള് പോയി അപ്പച്ചൻ എഴുന്നേറ്റ് നോക്ക്. പറഞ്ഞാലും മനസ്സിലാവാത്ത സ്ഥിതിയിലാണ്. അപ്പച്ചനെ കാണുമ്പോ സങ്കടം തോന്നുന്നു. അപ്പച്ചൻ ഒരു പ്രാവശ്യമെങ്കിലും നീലഗിരിയിലെ കഥ പറയുന്ന കേൾക്കാൻ കൊതിയായി തുടങ്ങി തോന്നി. വീട്ടിലേക്ക് പോകാൻ പേടി തോന്നുന്നു. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ? കുറച്ചൊക്കെ സഹിക്കണ്ടേ? ചേട്ടൻ കണ്ടിട്ട് എത്ര ദിവസമാണെന്നറിയോ? ചേട്ടൻ എവിടെ പോവാനാ? മോനുന്റെ പെരുന്നാളിന് മോനുന്റെ അമ്മ ചോറ് വിളമ്പിയിട്ട് തലയില് വെള്ളം കൊണ്ട് വട്ടം വരച്ചു. എന്നിട്ട് തലയിലും ചെവിയിലും തുളസിപ്പൂ വെച്ചു കൊടുത്ത്. അതെന്തിനാ മുത്തശ്ശ? അങ്കിൾ അങ്കിളിനറിയോ, അങ്കിളിന്റെ അമ്മ പെരുന്നാളിന് ചെവിയിൽ പൂ വെച്ചു തരാറുണ്ടോ? അശ്വതി, അപ്പുറത്തേക്ക് പോവാനല്ലേ പറഞ്ഞത്? എന്താ പ്രൊഫസർ ഇത്? പ്രൊഫസർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഐസക് ഈടെയായി ഹോസ്പിറ്റലൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ? ചെറിയൊരു കാരണമുണ്ടായി, ശരി തന്നെ. പക്ഷെ ഊതിപ്പെരിപ്പിച്ച അതൊരു വലിയ കാരണമാവും. തനിക്ക് കുറെ കടമകളുണ്ട്, അത് മറക്കരുത്. എനിക്കൊരല്പ സമയം തരൂ പ്രൊഫസർ. ഐ വിൽ കം ബാക്ക്. ഞാൻ തിരിച്ചു വരും. മുത്തശ്ശൻ വഴക്ക് പറഞ്ഞതിന് കരയ്യ? കുട്ടിക്ക് അറിയാഞ്ഞിട്ടല്ലേ ചോദിച്ചത്, അമ്മ ഇല്ലാഞ്ഞിട്ടല്ലേ. ഐസക് എന്തിനാ എന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? എനിക്കറിഞ്ഞൂടെ ക്ലാരിയ. ഒരുപക്ഷെ എന്റെ ഈ തിരച്ചിലിനിടയിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടേക്കും. എനിക്കേറെ ഒന്നും ആഗ്രഹിക്കാനാവില്ല. ഞാനൊരു അനാഥനാണ് കുട്ടി. ഐസക്കിന്റെ പാരമ്പര്യത്തില്ല ഞാൻ സ്നേഹിച്ചത്. പിന്നെ ഞാനൊരു കഥ പറയട്ടെ. കുട്ടിക്കാലത്ത് നീറുറുമ്പോൾ പൊളിഞ്ഞ കള്ളിച്ചെടികൾ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. നിറയെ മുൾമുനകളും പേർ ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവം ചെടികൾ. എനിക്കപ്പോഴൊക്കെ മുൾമുടി അണിഞ്ഞ കർത്താവിന്റെ രൂപം ഓർമ്മ വരും. അന്നൊക്കെ ഒറ്റയ്ക്കിരുന്ന് വെറുതെ കരയുമായിരുന്നു. വലുതായപ്പോ സ്വന്തം ദുഃഖം പോലും മറന്നു, കരയാൻ പോലും. എന്നെ ഒറ്റയ്ക്കാക്കില്ല ഐസക്. എനിക്കിനി കരയാൻ പോലും ആവില്ല. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കി ഹോസ്പിറ്റൽ രജിസ്റ്റേഴ്സിൽ നിന്നും അന്നേ ദിവസം അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 3 ഡെലിവറി കേസുകളാണ് കിട്ടിയിട്ടുള്ളത്. അതിലൊരു കേസ് അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള. അത് തന്നെ ആവാനാണ് സാധ്യത. അനാഥാലയത്തിന്റെ പേര് ചാരിറ്റബിൾ ഓർഫനേജ് എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു അനാഥാലയം ഇപ്പോഴവിടെ ഇല്ല.
ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഈ അനാഥാലയം പണ്ട് ഒരു കേസിൽ കുടുങ്ങിയിട്ട് പൂട്ടിയതായി അറിഞ്ഞു. പക്ഷേ ആർക്കും ഡീറ്റെയിൽസ് അറിയില്ല. നമുക്ക് പത്രമാഫീസിൽ ചെന്ന് പഴയ ലക്കങ്ങൾ നോക്കാം. വല്ല തുമ്പും കിട്ടാതിരിക്കില്ല. വരൂ. ഐ ആം ഐസക്. ആ, അഡ്വക്കേറ്റ് രാജഗോപാൽ വിളിച്ച് പറഞ്ഞിരുന്നു. ഇരിക്കൂ. എന്താ പ്രശ്നം? എനിക്ക് പത്രത്തിന്റെ കുറെ പഴയ ലക്കങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏത് പീരീഡിലുള്ള കോപ്പീസാണ് വേണ്ടത്? അത് വ്യക്തമായി പറയാൻ പറ്റില്ല, എങ്കിലും ഒരു 10-15 വർഷത്തെ വേണ്ടി വരും. ഒരു വേഗ് സെർച്ചാണ്. എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുകൂടി എനിക്കറിയില്ല. ഇത്രയും കൊല്ലത്തെ ലക്കങ്ങൾ മൈന്യൂട്ടായിട്ട് തിരയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി വെരി ഇമ്പോസിബിൾ. എന്നാലും ശ്രമിച്ചു നോക്കൂ. ഞാൻ അറേഞ്ച് ചെയ്യാം. റിസപ്ഷനിലേക്ക് ചെല്ലു. താങ്ക് യു സാർ. എന്താ ഡോക്ടർ, വല്ല ന്യൂസും സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞോ? നോ, നത്തിങ്. വിഷമമില്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് പറയും. നീലഗിരിയിൽ ചാരിറ്റബിൾ ഓർഫണേജ് എന്ന പേരിൽ ഒരു അനാഥാലയം പ്രവർത്തിച്ചിരുന്നു. ഒരു കോർട്ട് ഓർഡർ വഴി അതിന്റെ പ്രവർത്തനം ബാൻ ചെയ്യാനുണ്ടായത്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. ചാരിറ്റബിൾ ഓർഫണേജ്? ഞാൻ അങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടില്ല. പിന്നെ ഞാനിവിടെ വന്നിട്ട് അധികം നാളായിട്ടില്ല. ആ, ഞാനൊരു വഴി പറയാം. റിട്ടയർഡ് എഡിറ്റർ മിസ്റ്റർ ജോർജിനെ ഒന്ന് കണ്ടുനോക്കും. എനിക്ക് ഓർമ്മയുണ്ട്. 10-12 വർഷം മുമ്പാണ് നടത്തിപ്പിലെ ക്രമക്കേടുകളെ കുറിച്ച് ആദ്യമേ പരാതികളുണ്ടായിരുന്നു. പെട്ടെന്നാണ് കുറെ ഷോക്കിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നത്. പിന്നെ പബ്ലിക് മൂവ്മെന്റ് ഉണ്ടായി. കോർട്ട് ഇടപെട്ടു. ത്രേസ്യ ഗീവർ അറസ്റ്റിലായി. അവരിപ്പോ അടുത്ത ദിവസം ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അവരെ കണ്ടാൽ മിസ് ഐസക്കിന് ഡീറ്റെയിൽസ് വല്ലതും കിട്ടിക്കൂടുന്നില്ല. ബട്ട് അവരൊരു വല്ലാത്ത പ്രകൃതക്കാരിയാണ്. ഐസക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? എക്സാക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. അവര് നീലഗിരി തന്നെയാണ്. ഷീഗസ്കോട്ടെ നമ്പർ ടെലിഫോൺ ഡയറക്ടറി നോക്കിയാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. താങ്ക് യു സാർ.